ഇന്നത്തെ കറി കാരമീനാണ്. അപ്പോൾ ചട്ടി വെച്ച് ഞാൻ അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വരട്ടെ. പൊട്ടി വരുമ്പോൾ 1/2 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കൂടുതലാവരുത് കേട്ടോ. ചെറിയ സ്പൂണിൻ്റെ 1/2 സ്പൂൺ, അല്ലെങ്കിൽ വലിപ്പമുള്ള സ്പൂണാണെങ്കിൽ 1/4 സ്പൂണ് ഉണ്ട്. ഇത് ചെറുതായതുകൊണ്ടാണ് 1/2 സ്പൂൺ ഇട്ടത്. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 സബോള ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി വഴന്ന് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ മീനിൻ്റെ അത്യാവശ്യം നല്ല കഷ്ണങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കറിയിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ സബോള വഴന്ന് വരാനായിട്ട് നല്ലതാണ്. ബാക്കിയുള്ള കഷ്ണങ്ങളാണത്. അപ്പോൾ തലയും അതിൻ്റെ എല്ലാതും ഉണ്ട്. അപ്പോൾ സബോള നന്നായി വഴന്ന് വരട്ടെ. ഒരു പകുതിയോളം വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 കുടം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ച് വെച്ചിട്ട് കൊടുക്കാം. ഇഞ്ചി 1 കഷ്ണം, 4-5 പച്ചമുളക്, 1 കുടം വെളുത്തുള്ളി, അതൊക്കെ കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ട് കണ്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതാണ് ഞാൻ ചതച്ച് വെച്ചത്. അത് നന്നായി ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. കുറേ നാളായിട്ട് കായൽ മീനാണ് വെക്കാറ്. ഇതൊരു ടേബിൾ സ്പൂണ് ഫുള്ള്, 2 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ട് ഇട്ടത്. അതുപോലെ 1 സ്പൂണല്ല 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി. അതിൻ്റെ പച്ചമണം നന്നായി പോണവരെ ഇളക്കി കൊടുത്തതിന് ശേഷം 2 വലിയ തക്കാളിയാണ് കേട്ടോ അരിഞ്ഞത് നമ്മളിട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി ഉടച്ചെടുക്കാം. ചാറൊന്നും ഒട്ടുമില്ലാതെ കുറച്ച് ചാറാൻ പാടുള്ളൂ. അതുപോലെയായിട്ട് നമുക്ക് അത് പറ്റിച്ചെടുക്കണം. അപ്പോൾ അത് ഒരു ഇതായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വേപ്പില നന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ട് അതിലേക്ക് ഞാനൊരു 3 കുടപ്പുളി കഷ്ണം ചെറുതാക്കി ഇട്ട് സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു. അതൊഴിച്ചു. അതിനോടൊപ്പം തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് പാകമാണ്. അപ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല അതിലെല്ലാം ഉണ്ട്. മുള്ള്, തല, നല്ല പീസുകൾ നോക്കിയിട്ട് നമ്മൾ വറുക്കാൻ എടുത്തിട്ട് ബാക്കിയുള്ളതാണത്. ഒരു കാരമീൻ വെച്ചിട്ട് നല്ല പീസുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും കൂടെ ഉണ്ടാകും. ഇതേപോലെ നല്ല അത്യാവശ്യം നല്ല പീസുകളുണ്ട്. എന്നാലും നല്ല ഷേപ്പിൽ അത് നമ്മൾ വറുക്കാൻ എടുത്തു. അപ്പോൾ ഇത് ഇനി എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് വറ്റിച്ചെടുക്കാം. ചാറൊന്നും ഒട്ടും വേണ്ട, അതുപോലെ ഏറ്റെടുക്കാം.
കഷ്ണങ്ങൾ തന്നെയാണ് കേട്ടോ, അല്ല ഇത്തിരി ഷേപ്പ്ലെസ്സായ കഷ്ണങ്ങളാണ് മാത്രം. നമ്മുടെ കറി വെന്ത് വന്നപ്പോൾ ഞാൻ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ടേസ്റ്റാണ് അതിൻ്റെ ചാറിന്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. ബൈ.